ഇന്ന് രാവിലെ റഷ്യയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിനു പിന്നാലെ ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പലരുടെയും മനസ്സിൽ തെളിഞ്ഞത് റിയോ തൽസുഗി എന്ന മാങ്ക ആർട്ടിസ്റ്റിന്റെ മുഖമാണ്. ഒപ്പം 25 ദിവസങ്ങൾക്ക് മുൻപ് അവർ നടക്കുമെന്ന് പ്രവചിച്ച ദുരന്തത്തിന്റെ വിവരണവും. ജൂലൈ 5 പുലർച്ചെ 4:15 വിനാശകരമായ സുനാമി വരുമെന്നും കരുതുന്നതിലും വലിയ നാശനഷ്ടങ്ങൾ സുനാമിയിൽ സംഭവിക്കുമെന്നുമായിരുന്നു മാങ്ക ആർട്ടിസ്റ്റ് റിയോ തൽസുഗി പ്രവചിച്ചിരുന്നത്. സ്വപ്നത്തിൽ തനിക്കുണ്ടായ അപകട മുന്നറിയിപ്പാണ് അവർ പങ്കുവച്ചതും. എന്നാൽ അന്നേ ദിവസവും പ്രവചനങ്ങൾ മുൻപും ഫലിപ്പിച്ചിരുന്ന ചരിത്രം തൽസുഗിക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ജനം വലിയ ഭയപ്പാടിലായി. ജപ്പാനിൽ കൂറ്റൻ തിരമാലകൾ അതുപോലെ തന്നെ 25 ദിവസങ്ങൾക്കിപ്പുറം ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മുന്നറിയിപ്പുകൾ ന്യൂസിലൻഡ് വരെ വ്യാപിപ്പിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഹവായ്, US, വെസ്റ്റ് കോസ്റ്റ്, ഫിലിപ്പീൻസ് തുടങ്ങിയ ഉൾപ്പെടെയുള്ള തീരദേശ പ്രദേശങ്ങളിലുടനീളം ഒഴിപ്പിക്കലുകളും സുരക്ഷാ നടപടികളും നടപ്പിലാക്കി. വടക്കൻ ജപ്പാനിലെ ഹെക്കഡോ മേഖലയിലും സുനാമി തിരമാലകൾ എത്തിയതോടെ ഫുകുഷിമ ആണവ നിലയത്തിലെ ജീവനക്കാരെ ഒഴിപ്പിച്ചു. 2011 ജപ്പാനിൽ ആഞ്ഞടിച്ച സുനാമിയിൽ ഈ ആണവ കേന്ദ്രം തകർന്നിരുന്നു. ന്യൂസിലൻഡ്, ഹവായ്, US, വെസ്റ്റ് കോസ്റ്റ്, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ തീരദേശ പ്രദേശങ്ങളിലുടനീളം സുനാമി മുന്നറിയിപ്പുകൾ ഉള്ളതിനാൽ ഒഴിപ്പിക്കലുകളും സുരക്ഷാ നടപടികളും തുടങ്ങിയിട്ടുണ്ട്. വടക്കൻ ഹവായിയൻ ദ്വീപുകളിലെ ചില തീരങ്ങളിൽ 10 അടി ഉയരമുള്ള സുനാമി തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും തീരദേശ മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നും ഹവായിയിലെ ഗവർണർ ജോഷ് ഗ്രീൻ മുന്നറിയിപ്പ് നൽകി. ഇത് ഒരു തീരത്തെ മാത്രം ഒതുങ്ങാത്ത ദ്വീപിന് ചുറ്റും ആഞ്ഞടിക്കുമെന്ന് ഗവർണർ വ്യക്തമാക്കുന്നു. ജപ്പാനിന് പിന്നാലെ റഷ്യയിലും ദുരന്ത സൂചനകൾ കണ്ടു തുടങ്ങി. റഷ്യയിലെ കാംചത്ക ഉപദ്വീപിൽ 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിന്നാലെ 10ഓളം രാജ്യങ്ങളിലാണ് സുനാമി മുന്നറിയിപ്പ് നൽകിയത്. ജപ്പാൻ, US അടക്കമുള്ള പല രാജ്യങ്ങളിലും ഇതിനകം സുനാമി തിരകൾ എത്തി തുടങ്ങി. ഭൂകമ്പത്തെ തുടർന്ന് റഷ്യൻ തീരങ്ങളിൽ ശക്തമായ സുനാമി ആഞ്ഞടിച്ചിരുന്നു. US-ൽ ഹവായിലെ തീരങ്ങളിലാണ് സുനാമി തിരകൾ ആദ്യം എത്തിയത്. ഇവിടെ കനത്ത ജാഗ്രത തുടരുകയാണ്. കിഴക്കൻ റഷ്യയിലെ തുറമുഖ നഗരമായ സെവറോ കുറിൽസ്കിൽ തിരയിൽ കപ്പലുകൾ ഒലിച്ചു പോവുകയും തീരത്ത് കനത്ത നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ജപ്പാനിലെ മുന്നറിയിപ്പ് നൽകിയ ഒട്ടുമിക്ക തീരങ്ങളിലും ഇതിനകം സുനാമി തിരകൾ എത്തിയിട്ടുണ്ട്. ചൈനയിൽ കിഴക്കൻ തീരങ്ങളിൽ സുനാമിക്കൊപ്പം ചുഴലിക്കാറ്റ് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. തൽസുഗിയുടെ പ്രവചനത്തിന് പ്രാധാന്യം ലഭിക്കാൻ ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. ജൂണിൽ 10-ലും അധികം ഭൂകമ്പങ്ങൾ ജപ്പാനിൽ ഉണ്ടായി. രണ്ടാഴ്ചക്കിടെ 1000-ത്തിലധികം ഭൂകമ്പങ്ങൾ. ജൂൺ 23-ന് 183 ഭൂചലനങ്ങളാണ് ഉണ്ടായത്. ചെറുചലനങ്ങൾ വരാനിരിക്കുന്ന വലിയ ഭൂകമ്പത്തിന്റെയും സുനാമിയുടെയും സൂചനയാണെന്നും ജനം ഭയന്നു. ജപ്പാനിലേക്ക് യാത്രകളടക്കം വേണ്ടെന്ന് വെച്ചവരും ധാരാളം. ജൂലൈ 5-ന് അപകടമൊന്നും സംഭവിച്ചില്ലെന്ന ആശ്വാസത്തിൽ തൽസുഗിയുടെ പ്രവചനം മറന്നു തുടങ്ങിയപ്പോഴാണ് ഇന്ന് ഭൂകമ്പവും പിന്നാലെ സുനാമിയും എത്തിയത്. 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം റഷ്യയിലെ കാംചത്ക ഉപദ്വീപിനെ പിടിച്ചുകുലുക്കി. പിന്നീടുണ്ടായ സുനാമി റഷ്യയിലെ തുറമുഖ നഗരമായ കുറിൽസ്കിലിൽ വലിയ നാശനഷ്ടമുണ്ടാക്കി. ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയ തീരങ്ങളിൽ എല്ലായിടത്തും ഇതിനകം സുനാമി തിരകൾ എത്തിയിട്ടുണ്ട്. എന്നാൽ വേണ്ടത്ര സുരക്ഷ മുൻകൂട്ടി കണ്ട് സ്വീകരിച്ചതിനാൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. 2011-ലെ ഭൂകമ്പത്തിലും സുനാമിയിലും വലിയ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. എന്നാൽ ഇന്ന് പ്രവർത്തനരഹിതമായ ഫുകുഷിമ ആണവ നിലയത്തിലെ തൊഴിലാളികളെ അടക്കം വലിയൊരു ദുരന്തമുണ്ടായാൽ അതിലെ ആളപായം ഒഴിവാക്കാൻ വേണ്ടി ഒഴിപ്പിച്ചിരുന്നു. ലോകമെമ്പാടും 10ഓളം രാജ്യങ്ങൾ സുനാമി മുന്നറിയിപ്പിന്റെ ഭീഷണിയിലാണ്. ഇതിൽ മിക്കയിടങ്ങളിലും ഇതിനകം സുനാമി തിരകൾ എത്തിയിട്ടുമുണ്ട്. അലാസ്കയിലെ നാഷണൽ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രത്തിലെ സുനാമി മുന്നറിയിപ്പ് ഏകോപകൻ ഡേവ് സ്നൈഡർ ചൊവ്വാഴ്ച വൈകുന്നേരം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: 8.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം മൂലമുണ്ടായ സുനാമിയിൽ നിന്ന് നാശനഷ്ടങ്ങളെക്കുറിച്ച് തനിക്ക് പ്രത്യേക റിപ്പോർട്ടുകളൊന്നുമില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അലാസ്ക, ഒറിഗൺ, വാഷിംഗ്ടൺ, കാലിഫോർണിയ എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ പ്രവചിക്കപ്പെട്ട പരമാവധി സുനാമി തിരമാലകളുടെ ഉയരം 1 അടിയിൽ താഴെ മുതൽ 5 അടി വരെയാണ്. സുനാമിയുടെ ആഘാതം ചില സ്ഥലങ്ങളിൽ മണിക്കൂറുകളോ ഒരു ദിവസത്തിലധികമോ അനുഭവപ്പെട്ടേക്കാമെന്ന് അലാസ്കയിലെ നാഷണൽ സുനാമി മുന്നറിയിപ്പ് കേന്ദ്രം പറയുന്നു. ഹവായിൽ സുനാമി മുന്നറിയിപ്പ് അഡ്വൈസറിയിലേക്ക് മാറ്റി. അതായത് തീരത്തെ ശക്തവും അപകടകരവുമായ തിരമാലകൾക്ക് സാധ്യതയുണ്ട്. ബീച്ചുകളിൽ നിന്നും ജലാശയങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക. 4 തരത്തിലാണ് US ദേശീയ കാലാവസ്ഥാ സർവീസ് ജാഗ്രതാ നിർദ്ദേശം നൽകാറുള്ളത്. വാർണിംഗ്, അഡ്വൈസറി, വാച്ച് ഇൻഫർമേഷൻ, സ്റ്റേറ്റ്മെന്റ് എന്നീ തരങ്ങളിലാണ് അവ. വലിയ അപകടം വരുത്താവുന്ന തീരദേശ പ്രളയത്തിനും ഉയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ടെന്നും ഉയർന്ന പ്രദേശങ്ങളിലേക്കോ ഉൾനാട്ടിലേക്കോ മാറണമെന്ന മുന്നറിയിപ്പാണ് വാർണിംഗ്. ഹവായിലാണ് സുനാമി ഏറ്റവും അധികം ആഞ്ഞടിക്കുന്നത് എന്ന് കരുതുന്നത്. എന്നാൽ ഹവായിൽ വലിയ ആപത്ശങ്കയില്ലെന്നും നിലവിൽ നോർത്തേൺ കാലിഫോർണിയയ്ക്ക് മാത്രമാണ് സുനാമിയുടെ നേരിട്ടുള്ള ഭീഷണിയെന്നും US കാലാവസ്ഥാ സർവീസ് അറിയിച്ചു. 10 അടി ഉയരത്തിലുള്ള തിരമാലകൾ ഹവായിൽ ആഞ്ഞടിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അമേരിക്കയുടെ തീരദേശ പ്രദേശങ്ങളിൽ സുനാമി തിരകൾ എത്തിയതായി പസഫിക് സുനാമി മുന്നറിയിപ്പ് കേന്ദ്രവും സ്ഥിരീകരിച്ചു. ഹവായിൽ ഏറ്റവും ഉയരത്തിലുള്ള 4 അടി ഉയരത്തിലുള്ള തിരമാല ഹലേയുവിലാണ് രേഖപ്പെടുത്തിയത്.
വടക്കൻ കാലിഫോർണിയ തീരത്ത് ഇപ്പോഴും സുനാമി മുന്നറിയിപ്പ് പ്രാബല്യത്തിലുണ്ട്. ബീച്ചുകളിലും തുറമുഖങ്ങളിലും പൊതുജനങ്ങൾ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ഹവായിക്ക് പിന്നാലെ ജപ്പാനും വലിയ തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പിന്റെ ഗ്രേഡ് കുറച്ചു. എന്നാൽ ഹെക്കഡോയിലും തോഹുക്കുവിലും ഇപ്പോഴും സുനാമി മുന്നറിയിപ്പ് നിലവിലുണ്ട്. ഫ്രഞ്ച് പോളിനേഷ്യയിൽ ഇന്ന് രാത്രിയോടെ 2.2 മീറ്റർ ഉയരത്തിലുള്ള സുനാമി തിരമാലകൾ ആഞ്ഞടിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ദക്ഷിണ പസഫിക് സമുദ്രത്തിന്റെ മധ്യഭാഗത്തുള്ള അർദ്ധ സ്വയംഭരണ പ്രദേശമായ ഫ്രഞ്ച് പോളിനേഷ്യയിൽ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. കാലിഫോർണിയയിലെയും മറ്റു പടിഞ്ഞാറൻ തീര സംസ്ഥാനങ്ങളിലെയും ഹവായിയിലെയും ഇന്ത്യൻ പൗരന്മാരോട് ജാഗ്രത പുലർത്താനും അമേരിക്കൻ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനുമാണ് കോൺസുലേറ്റ് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത്. US അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം. സുനാമി മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുന്ന പക്ഷം ഉയർന്ന പ്രദേശത്തേക്ക് മാറണം. തീരപ്രദേശങ്ങൾ ഒഴിവാക്കണം. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സന്നദ്ധരായിരിക്കണം. ഉപകരണങ്ങൾ ചാർജ് ചെയ്ത് സൂക്ഷിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഇന്ത്യൻ പൗരന്മാർക്കായി പുറപ്പെടുവിച്ചിട്ടുള്ളത്. സഹായം തേടുന്ന ഇന്ത്യക്കാർക്കായി അടിയന്തര സഹായത്തിനുള്ള ഫോൺ നമ്പരും സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അധികൃതർ സജ്ജമാക്കിയിട്ടുണ്ട്. എന്തായാലും 2025 ജൂലൈ 5 അതിരാവിലെ ലോകത്തെ ഒരു ദുരന്തം കാത്തിരിക്കുന്നുവെന്നായിരുന്നു റിയോ തൽസുഗി പ്രവചിച്ചിരുന്നത്. ഈ 70-കാരി മാങ്ക ചിത്രകാരി പ്രവചിച്ച പല ദുരന്തങ്ങളും പിൽക്കാലത്ത് സത്യമായിട്ടുമുണ്ട്. ജപ്പാനീസ് ബാബ വാങ്ക എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റിയോ തൽസുഗിയുടെ ഈ പ്രവചനം എന്തായാലും ദിവസങ്ങൾക്കപ്പുറമെങ്കിലും കൃത്യമായി സംഭവിച്ചുവെന്ന് വിശ്വസിക്കുകയാണ് വലിയൊരു വിഭാഗം. 2011 ഭൂകമ്പവും തുടർന്നുണ്ടായ സുനാമിയും കോവിഡ് വ്യാപനവും ഡയാന രാജകുമാരിയുടെ ദാരുണ മരണവും ഗായകൻ ഫ്രെഡി മെർക്കുറിയുടെ അന്ത്യവും വരെ നേരത്തെ താൻ പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് ഇവരുടെ ആരാധകരുടെയും അവകാശവാദം. ഫ്യൂച്ചർ ഐസോ എന്ന ഇവരുടെ കൃതിയിലാണ് ഇത്തരം പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2011 ഭൂകമ്പവും അതേ തുടർന്നുണ്ടായ സുനാമിയും ഇവരുടെ കൃതിയുടെ കവർ പേജിൽ തന്നെ രേഖപ്പെടുത്തിയിരുന്നു. അതിൽ പറയുന്ന ദിവസം തന്നെയാണ് അതിൽ വിശദീകരിച്ചിരിക്കുന്ന പോലെ ദുരന്തമുണ്ടായതും. എന്നാൽ ഇത് സത്യത്തിൽ പ്രിന്റ് ചെയ്തത് 1999 എന്നതാണ് ഏവരെയും അമ്പരപ്പിക്കുന്ന കാര്യം. 2011 ദുരന്തത്തിന് പിന്നാലെ ഈ കൃതി വളരെ വേഗം ജപ്പാനിലും ലോകരാജ്യങ്ങളിലും വിറ്റഴിക്കപ്പെട്ടു. തൽസുഗി കാണുന്ന സ്വപ്നങ്ങളെ ആസ്പദമാക്കിയാണ് 1999 ഇവർ തന്റെ കൃതി പുറത്തിറക്കിയത്. ഇതിൽ അവർ പലപ്പോഴായി കണ്ട സ്വപ്നങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതും. അതിന്റെ കവർ പേജിലായിരുന്നു 2011 ദുരന്തത്തെ പറ്റി പറഞ്ഞിരുന്നത്. ഈ കൃതിയിലാകെ 15 സ്വപ്നങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതിൽ 13 ഇതുവരെ സത്യമായതായി ആരാധകർ വാദിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.